ഇനി നമ്മൾ ഈ ഒരു ലെമ്മയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് പി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ഒരു ഫീൽഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് പി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ബി ഇറെഡ്യൂസിബിൾ ഓവർ എഫ്. എന്താണ് എഫ് ഓഫ് എക്സിൽ നിന്ന് ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് എ ബി a zero of p of x in some extension of f. എന്താണ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു സീറോ ആണ്, വിച്ച് ഇസ് ഇൻ സം എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ്. അത് എന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ റിസൾട്ട് റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ഫൈ ഈസ് എ ഫീൽഡ് ഐസോമോർഫിസം ഫ്രം എഫ് ടു എഫ് ഡാഷ്. എന്താണ് ഈ ഒരു ഫീൽഡിൽ നിന്ന് ഏതൊരു ഫീൽഡിലോട്ടുള്ളൊരു ഐസോമോർഫിസം ഫൈ ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഫീൽഡ് ഐസോമോർഫിസം, അതായത് ഫീൽഡ് ഐസോമോർഫിസം കൊണ്ട് മീൻ ചെയ്യുന്നത് ഫീൽഡിൽ നിന്നൊരു ഫീൽഡിലോട്ടുള്ള ഒരു ഐസോമോർഫിസം ചൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പി ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഓഫ് പി ഓഫ് എക്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സി നോട്ട് പ്ലസ് സി, അല്ലെങ്കിൽ സി നോട്ട് നോക്കാം കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ എക്സ് റേസ് ടു എൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് പി ഓഫ് എക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഫൈ ഓഫ് സി നോട്ട് പ്ലസ് ഫൈ ഓഫ് സി വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ഫൈ ഓഫ് സി എൻ എക്സ് റേസ് ടു എൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. അപ്പോൾ നമ്മൾ ഫൈ ഓഫ് പി ഓഫ് എക്സും എന്താണ് വിച്ച് ഇസ് ഓൾസോ ഇറെഡ്യൂസിബിൾ ഓവർ എഫ് ഡാഷ് ആയിരിക്കും. ആൻഡ് ഈ ഫൈ ഓഫ് പി ഓഫ് എക്സിൻ്റെ സം, എന്നപ്പോൾ ഫൈ ഓഫ് പി ഓഫ് എക്സ് എന്താണ് വിച്ച് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ് ഡാഷ് ആയിരിക്കുമല്ലോ. കാരണം എന്താണ് ഫൈ എഫിലുള്ള എലമെൻസിനെ എഫ് ഡാഷിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റൊക്കെ എഫ് ഡാഷിലുള്ള എലമെൻസ് ആണ്. സോ ഫൈ ഓഫ് പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓവർ എഫ് ഡാഷ് ആണ്, വിച്ച് ഇസ് എ പോളിനോമിയൽ ഇൻ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. So it has a zero b in some extension of f dash. എന്താണ് b എന്ന് പറയുന്നത് ഫൈ ഓഫ് പി ഓഫ് എക്സിൻ്റെ സീറോ ആണ്, എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ സീറോയുമാണ്. അങ്ങനെയാണെങ്കിൽ then there is an isomorphism from f of a to f dash of b. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ എഫ് ഓഫ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ there is an isomorphism from f of a to f dash of b എക്സിസ്റ്റ് ചെയ്യും എന്നാണ് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എന്താണ് ദാറ്റ് അഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ്. എന്താണ് ഞാൻ ഈ ഒരു മാപ്പിന് ഈ ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിനെ ഞാൻ സം ഫൈ ബാർ എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഫൈ ബാർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതെന്താണ് വിച്ച് അഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, ഈ ഫൈ ബാറിനെ വിച്ച് റെസ്ട്രിക്റ്റഡ് ടു ദ ഫീൽഡ് എഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം, ഫൈക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ആൻഡ് പിന്നെ എന്താണ് എ കേരി വിച്ച് കേരീസ് എ ടു ബി ആയിരിക്കണം. അതായത് ഫൈ ബാർ ഓഫ് എ എന്ന് പറയുന്നത് ബി ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇങ്ങനൊരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും എന്നതും ആൻഡ് വിച്ച് അഗ്രീസ് വിത്ത് ഫൈ എന്നതും ഫൈ ബാർ ഓഫ് എ ഈക്വൽ ടു ബി എന്നതും. ഓക്കെ, സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഒരു ഡയഗ്രാം വെച്ചിട്ട് ഈ ഫിഗറിൽ നോക്കാം. എഫ്, ഓക്കെ, രണ്ട് ഫീൽഡുണ്ട്. ഇൻ ബിറ്റ്വീൻ ദം ദർ ഈസ് എൻ ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫിലുള്ളൊരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സിൽ പി ഓഫ് എക്സിനൊരു സീറോ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് നമ്മൾക്ക് മുന്നേ പ്രൂവ് ചെയ്തത് പ്രകാരം എഫ് ഓഫ് എയും ഈ ഒരു ഫീൽഡും തമ്മിൽ എന്താണ് ഐസോമോർഫിക് ആയിരിക്കും. ഇനി എഫ് ഡാഷിൽ വെച്ച് നോക്കുമ്പോൾ എഫ് ഡാഷിലുള്ള റിഡ്യൂസിബിൾ പോളിനോമിയലാണ് ഫൈ ഓഫ് പി ഓഫ് എക്സ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഓവർ ഫൈ ഓഫ് പി ഓഫ് എക്സിൽ ഫൈ ഓഫ് പി ഓഫ് എക്സിനൊരു സീറോ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ബി ഈസ് ഓൾസോ ഈ സീറോ ഓഫ് എക്സ് ഫൈ ഓഫ് പി ഓഫ് എക്സ് ആണ്. അപ്പം നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തത് പ്രകാരം ഈ രണ്ട് ഫീൽഡും ഐസോമോർഫിക് ആയിരിക്കും. സോ ദർ ഈസ് എൻ ഐസോമോർഫിസം ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഓവർ ഫൈ ഓഫ് പി ഓഫ് എക്സ് ടു എഫ് ഓഫ് ബി. അപ്പം നമ്മൾക്കിതാ എഫ് ഓഫ് എയിൽ നിന്ന് ഇതാ ഇവിടം വരെ ഒരു പാലം കിട്ടി അല്ലേ.
ആൻഡ് ഇത് മുതൽ ഇവിടം വരെ ഒരു പാലം കിട്ടി. ഇനി നമ്മൾക്കിത് മൊത്തത്തിൽ എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് ബിയിലോട്ട് ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് അങ്ങ് പോകണമെങ്കിൽ എന്താണ്, ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു പാലം കൂടെ വേണം. 1 വേ അല്ല, 2 വേ പാലം. ഐസോമോർഫിസ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താണ്, എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സ് ഓവർ ഫൈ ഓഫ് പി ഓഫ് എക്സും ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ ഒരു ഐസോമോർഫിസിനെ ഫൈ ഡാഷ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഈ ഒരു കോമ്പോസിഷൻ എടുത്തു, ബീറ്റ കോമ്പോസിഷൻ, ഫൈ ഡാഷ് കോമ്പോസിഷൻ, ആൽഫ. ഇതൊക്കെ ഐസോമോർഫിസ് അല്ലേ? സോ ബീറ്റ കോമ്പോസിഷൻ, ഫൈ ഡാഷ് കോമ്പോസിഷൻ, ആൽഫ എന്തായിരിക്കും, ഐസോമോർഫിസ് ആയിരിക്കും. എവിടെ നിന്ന് എങ്ങോട്ട്, എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് ബിയിലോട്ടുള്ള. ഇതാണ് നമ്മളുടെ റിക്വേർഡ് ഐസോമോർഫിസം. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഈ ഫൈ ഡാഷ് ഡിഫൈൻ ചെയ്യണം ആൻഡ് ആ ഫൈ ഡാഷ് ഐസോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൂഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഫൈ ഡാഷ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യും, ഫൈ ഡാഷ് ഐസോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ കോമ്പോസിഷനാണ് നമ്മളുടെ ഫങ്ഷൻ, റിക്വേർഡ് ഫങ്ഷൻ എന്ന് പറയും, ഐസോമോർഫിസം എന്ന് പറയും. ആൻഡ് ആ ഒരു ഐസോമോർഫിസത്തിൻ്റെ എന്താണ്, ഈ 2 കണ്ടീഷനും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സോ നമ്മൾ ഈ ഫൈ ഡാഷ് ഡിഫൈൻ ചെയ്യുന്നത് ഇതാ, നമ്മൾക്ക് ഓൾറെഡി ഒരു ഫീൽഡ് ഐസോമോർഫിസം തന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫൈ ഡാഷ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സിൻസ് പി ഓഫ് എക്സ് ഈസ് എൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ്, ഫൈ ഓഫ് പി ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് ഡാഷ് ആയിരിക്കും. ആൻഡ് ഡിഫൈൻ എ മാപ്പ് ഫൈ ഡാഷ് ഫ്രം എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഓവർ ഫൈ ഓഫ് പി ഓഫ് എക്സ് ആണ് ഇവിടെ. ഫൈ ഓഫ് പി ഓഫ് എക്സ് ഗിവൺ ബൈ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫൈ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഐസോമോർഫിസം, അത് ഇപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സിൽ നിന്ന് ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C0 പ്ലസ് C1x പ്ലസ് എക്സെട്ര CK x റേസ് ടു K എടുത്തു എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈ ഓഫ് C0 പ്ലസ് ഫൈ ഓഫ് C1 പ്ലസ് എക്സെട്ര, ഫൈ ഓഫ് C1x പ്ലസ് എക്സെട്ര പ്ലസ് ഫൈ ഓഫ് CK x റേസ് ടു K. ഇങ്ങനെയാണ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഫൈ ഡാഷ് ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്താണ്, കൊസെറ്റ്സ് ആണ്. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ്, ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്. ഏത് കൊസെറ്റിലോട്ട് മാപ്പ് ചെയ്യുന്നത്, ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സ്. ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ കൊസെറ്റിലോട്ടാണ് ഫൈ ഡാഷ് ഈ ഒരു കൊസെറ്റിനെ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്കിത് ഫൈ ഡാഷ് ഐസോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ 2 കൊസെറ്റ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ്. ഞാനിവിടെ പി ഓഫ് എക്സ് എന്ന് പറയുമ്പം അവിടെ പോളിനോമിയൽ ആണെന്ന് കരുതരുത്, അത് ഐഡിയലാണ്. ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, മടി കൊണ്ട് ഞാൻ എന്താണ് വെറും പി ഓഫ് എക്സ് എന്ന് പറയുകയാണ് കേട്ടോ. സോ എഫ് ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ്, ജി ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സ് കൺസിഡർ ചെയ്യുക. അപ്പം ഞാനിതിനെ സിംപ്ലി എ പ്ലസ് ഐ എന്നും ബി പ്ലസ് ഐ എന്നും എഴുതുന്നു. ഓക്കെ, അതായത് ഐഡിയലിനെ ഐ എന്ന് എഴുതുന്നു, എഫ് ഓഫ് എക്സിന് എ എന്നും ജി ഓഫ് എക്സിന് ബി എന്നും. അപ്പോൾ കൺസിഡർ ഫൈ ഡാഷ് ഓഫ് എ പ്ലസ് ഐ പ്ലസ് ബി പ്ലസ് ഐ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ്, നമുക്കറിയാം ഈ രണ്ട് കൊസെറ്റ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, എ പ്ലസ് ബി പ്ലസ് ഐ ആണല്ലോ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഫൈ ഡാഷ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, ഫൈ ഓഫ് എ പ്ലസ് ബി പ്ലസ് ഐ എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഫൈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രകാരം ഇതെന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി പ്ലസ് ഐ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഐ മാറി അല്ലേ. ഐ എന്ന് പറയുന്ന ഫസ്റ്റ് എന്തായിരുന്നു, ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിരുന്നു. മാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുന്നത് എന്താണ്, ഐഡിയൽ ജനറേറ്റഡ് ബൈ
ഫൈ ഓഫ് പി ഓഫ് എക്സ് ആണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ മടി കൊണ്ട് മാത്രം ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സിന് ഞാൻ ഐ ഡാഷ് വെച്ച് അങ്ങ് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഐ ഡാഷ്, ഇതും ഐ ഡാഷ്. ഓക്കെ, ഇപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി പ്ലസ് ഐ ഡാഷ് എന്ന് വന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഐ ഡാഷ് പ്ലസ് ഫൈ ഓഫ് ബി പ്ലസ് ഐ ഡാഷ് എന്ന് വരും അല്ലേ. ആൻഡ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഐ. സെക്കൻഡ് വൺ എന്താണ്? ഫൈ ഓഫ് ബി പ്ലസ് ഐ. അപ്പോൾ എന്ത് കിട്ടി? ഫൈ ഡാഷ്. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് എ പ്ലസ് ഐ പ്ലസ് ബി പ്ലസ് ഐ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് എ പ്ലസ് ഐ പ്ലസ് ഫൈ ഡാഷ് ഓഫ് ബി പ്ലസ് ഐ എന്ന് കിട്ടി. ഇത് ഞാനിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ വലിച്ച് നെറ്റി പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ എയും ബിയും ഐയും ഐ ഡാഷും വെച്ച് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ എക്ക് പകരം എഫ് ഓഫ് എക്സ് എടുക്കുക, ബിക്ക് പകരം ജി ഓഫ് എക്സ് എടുക്കുക, ഐക്ക് പകരം പി ഓഫ് എക്സ് എടുക്കുക, ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എടുക്കുക, ഐ ഡാഷിന് പകരം ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സ് എടുക്കുക. അതിൻ്റെ പ്രൂഫ് ഞാനിവിടെ ഫുള്ള് എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് ഞാൻ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്. എഴുതിയ നൊട്ടേഷൻസ് മാറ്റിയെടുത്തു എന്ന് മാത്രം. ഇതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷനിലോ എന്താണ് ഫൈ ഡാഷ് ഓപ്പറേഷൻ പ്രിസർവിങ് ആണെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈസിലി. ഞാൻ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഫൈ ഡാഷ് ഈസ് എ റിംഗ് ഹോമോമോർഫിസം. ആക്ച്വലി പറഞ്ഞാൽ ഞാനൊരു മിസ്റ്റേക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അടിക്കടി ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ, എങ്കിലും ഞാനത് തിരുത്തുന്നുണ്ട് അതേ ക്ലാസ്സസ് തന്നെ. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഞാൻ ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഞാനത് റിംഗ് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്തു. അത് തെറ്റല്ലേ? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ വെൽ ഡിഫൈൻഡ് ആണെന്നല്ലേ ആദ്യം പറയേണ്ടത്. അത് ഒരാൾ മുന്നിൽ വന്ന് നിന്ന് ഒരാളെ റെപ്രസെൻ്റ് ചെയ്യുന്നേരം ഇപ്പം കരുതുക, നല്ലൊരു കാര്യത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുക, ഇയാൾ നല്ലൊരു വ്യക്തിയാണ്, ഇപ്പോൾ ഒരു കല്യാണമൊക്കെ ആണെങ്കിൽ ഇയാൾ നല്ലൊരു വ്യക്തിയാണെന്ന് പറഞ്ഞതിന് ശേഷം വേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അതുപോലെയൊക്കെ തന്നെ ഇവിടെ നമുക്കിത് വെൽ ഡിഫൈൻഡ് ആണ്. നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ പറയണ്ടേ, നമ്മൾ വേണ്ടേ പറയാം, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നമ്മൾക്കത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ അന്നേരം അതിൻ്റെ കൂടെ തന്നെ 1 ചേർത്തങ്ങ് പ്രൂവ് ചെയ്യുന്നു. വെൽ ഡിഫൈൻഡും 1 ഒരേ വഴിയിൽ അങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഡൊമൈനിലുള്ള ഏത് 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഏത് പോയിൻ്റ് എടുത്താലും എ ഈക്വൽ ടു ബി ഇംപ്ലൈസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അതായത് ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഇല്ലെന്ന് പ്രൂവ് ചെയ്യണം. അതിനാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ തന്നെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി ആയാലും ഫംഗ്ഷൻ എന്തായി? 1 ആയി. സോ ഞാനിവിടെ എന്ത് പ്രൂവ് ചെയ്യുമെന്ന് വെച്ചാൽ എ ഈക്വൽ ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ ഫംഗ്ഷൻ എഫ് എന്തായി തീർന്നു? അറ്റ് എ ടൈം 1 ആയി, വെൽ ഡിഫൈൻഡും ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും എഫും ഒന്നല്ല ടേംസ് വരുന്നത്. നമ്മൾക്ക് എന്താണ് ഇവിടെ കൊസെറ്റ്സും ഫംഗ്ഷൻ ഫൈ ഡാഷും ആണ് വരുന്നത്. Okay, so consider f of x plus the ideal generated by p of x and g of x plus the ideal generated by p of x. We know that these two cosets are equal if and only if. എന്താണ് കണ്ടീഷൻ? a plus h is equal to b plus h. അബീലിനൊക്കെ ആവുന്ന സൈസ് ഗ്രൂപ്പിൽ a plus h is equal to b plus h if and only if. അബീലെന്നൊന്നും പറയുന്നില്ലേ, അപ്പോൾ വേറെ കൺസെപ്റ്റിലോട്ട് പോകും. അപ്പോൾ a plus h is equal to b plus h if and only if a minus b belongs to h ആണ്. ശരിയല്ലേ? അപ്പോൾ this is possible if and only if a minus b belongs to h. അപ്പോൾ ഈ 2 കോസെറ്റ്സും ഈക്വൽ ആവുന്നത് എപ്പോൾ മാത്രമാണ്? if and only if f of x minus g of x belongs to this ideal. Clear? And this means that അതായത് ഒരു എലമെൻറ്റ് പി ഓഫ് എക്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് സെറ്റിലും ഈ സംഭവം ഉണ്ടായിരിക്കണ്ടേ അല്ലേ? ഇപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് if and only if phi of f of x minus g of x belongs to the ideal generated by phi of p of x. Clear? And phi of f of x minus g of x എന്താണ്? phi
നമ്മൾ നേരത്തെ അത് ആ ഒരു ഫൈ ആക്ച്വലി ഫീൽഡ് എഫിലാണ് ഡിഫൈൻഡ്, പക്ഷേ ഞാൻ പോളിനോമിയൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ്. സോ അത് പ്രകാരം ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്തായി തീർന്നു? ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് ജി ഓഫ് എക്സിന് ഈക്വൽ ആണ്. സോ ദിസ് ബിലോങ്സ് ടു ദിസ് ഐഡിയൽ if and only if phi of x minus phi of g of x, phi of f of x minus phi of g of x belongs to the ideal generated by phi of p of x. Clear? Again ഇവിടെ ഞാനിത് ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. So the difference belongs to this ideal if and only if phi of f of x plus the ideal generated by phi of p of x is equal to phi of g of x plus the ideal generated by phi of p of x. ഇനി ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താണ്? phi dash of f of x plus the ideal generated by p of x. ആൻഡ് സെക്കൻഡ് എഴുതിയിരിക്കുന്നത് എന്താണ്? phi dash of g of x plus the ideal generated by p of x. So this is possible if and only if this one. So നമ്മൾക്ക് എന്ത് കിട്ടി? These two cosets are equal if and only if the images of these two cosets under the map phi dash are equal. So the function f phi dash is well defined and 1 1, and we have proved that phi dash is a ring homomorphism. നിങ്ങൾ നോട്ടിലോട്ട് കോപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് എഴുതുമ്പോൾ ഇത് എഴുതിയതിന് ശേഷം വേണം മേലെ ഈ റിംഗ് ഹോമോമോർഫിസം ആണെന്ന് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എനി ജി ഓഫ് എക്സ് ഇൻ എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ, ഫോർ എനി പോളിനോമിയൽ ജി ഓഫ് എക്സ് ഇൻ എഫ് ഡാഷ് ഓഫ് എക്സ് വി ക്യാൻ ഫൈൻഡ് എൻ എഫ് ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇപ്പം ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സിൽ നിന്നൊരു ജി ഓഫ് എക്സ് എടുത്തു എന്ന് കരുതാം. ഇപ്പോൾ ജി ഓഫ് എക്സ് സപ്പോസ് ഈ ഒരു ഫോമിലാണെന്ന് കരുതുക. ഞാൻ എല്ലാം സി നോട്ട് വെച്ച് പറയുന്നു, കൺഫ്യൂഷൻ ആവരുത്. സി ഐസ് വെച്ച് ഞാൻ എപ്പോഴും പോളിനോമിയൽ പറയുന്നത്, അതൊന്നും കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോൾ സി നോട്ട് പ്ലസ് സി വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ എക്സ് റേസ് ടു എൻ ആണെന്ന് കരുതുക, ആ ഒരു പോളിനോമിയൽ ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ സി നോട്ടും സി വണ്ണും സി എന്നും ഒക്കെ എവിടെയുള്ള എലമെൻറ്റ്സ് ആണ്? എഫ് ഡാഷിൽ അല്ലേ, കാരണം ജി ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സിലുള്ള പോളിനോമിയലാണ്. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്നത് എഫിൽ നിന്ന് എഫ് ഡാഷിലോട്ടുള്ള ഐസോമോർഫിസ് ആണ്. സോ ഇതിന് ഓരോ സി ഐക്കും കറസ്പോണ്ടിങ് ദർ എക്സിസ്റ്റ് യുണീക്ക് ബി ഐ ഇൻ എഫ് സച്ച് ദാറ്റ് phi of bi is equal to ci for all i is equal to 0 to n അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി നോട്ട് പ്ലസ് ഫൈ ഓഫ് ബി വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ഫൈ ഓഫ് ബി എൻ എക്സ് റേസ് ടു എൻ എന്ന് വരും ആണല്ലോ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾക്കറിയാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്തിന് ഈക്വലാണ്? ഫൈ ഓഫ് ബി നോട്ട് പ്ലസ് ബി വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ എക്സ് റേസ് ടു എൻ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പം ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്, ആൻഡ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സുമാണ്. സോ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സിൽ നിന്ന് ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് നമ്മൾക്കൊരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സിന് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഫൈ ഡാഷ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കോൺടു ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു എലമെൻറ്റ് ചൂസ് ചെയ്ത് അത് ഏത് ഫോമിലുണ്ടായിരിക്കുക? ജി ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സ്, ഈ ഒരു ഫോമിലല്ലേ ഉണ്ടായിരിക്കുക. വേർ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി ഈ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു എഫ് ഓഫ് എക്സിൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും
then phi dash of f of x plus the ideal generated by p of x is equal to phi of f of x plus the ideal generated by phi of p of x, and phi of f of x എന്താണ് g of x ആണ്. So g of x plus the ideal generated by phi of p of x, which means ഈ ഫീൽഡിലുള്ള എല്ലാ എലമെൻസിനും എന്താണ് ഒരു ഇൻവേഴ്സ് ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. therefore phi dash is on true. അപ്പോൾ 1 ആണ്, വെൽ ഡിഫൈൻഡ് ആണ്, 1 ആണ്, ഓൺ ടു ആണ്, ആൻഡ് റിംഗ് ഫീൽഡ് ഹോമോമോർഫിസ് ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം, ദ ഫങ്ഷൻ ദാറ്റ് വി ഡിഫൈൻഡ് ഹിയർ ഈസ് എ ഐസോമോർഫിസം. അപ്പോൾ ഫൈ ഡാഷ് ഐസോമോർഫിസായി. അപ്പോൾ പിന്നെന്താണ്, നമ്മളിതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫൈ ഡാഷും കൂടിയേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഫൈ ഡാഷ് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് രണ്ട് കാര്യമാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. എന്താണ്, ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാലും മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഐസോമോർഫിസം ഉണ്ടല്ലോ, എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് ബിയിലോട്ടുള്ള ഐസോമോർഫിസം, ആ ഐസോമോർഫിസത്തിന് ഈ എഫ് വെച്ച് തന്നെയാണ് ഫൈ വെച്ച് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റിൽ എഫിൽ നിന്ന് എഫ് ഡാഷിലോട്ടുള്ള ആ ഒരു ഫീൽഡ് ഐസോമോർഫിസത്തിനെയായിരുന്നു ഫൈ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ, അതിനെയും ഫൈ വെച്ച് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി ഈ രണ്ട് കാര്യങ്ങളെ പ്രൂവ് ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു, എക്സ് റേസ് ടു കെ സി കെ എക്സ് റേസ് ടു കെ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഈ കോസെറ്റിനെ എങ്ങോട്ടായിരുന്നു മാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്, സി കെ എ റേസ് ടു കെയിലോട്ടായിരുന്നു മാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ എവിടെ നിന്ന്, ഐസോമോർഫിസം എവിടെ നിന്ന് എങ്ങോട്ടാണ്, എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എയിലോട്ട്. പക്ഷേ നമ്മൾക്ക് എഫ് ഓഫ് എയിൽ നിന്ന് തിരിച്ച് എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സിലോട്ടുള്ള ഐസോമോർഫിസം ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് എടുക്കുക. എന്താണ്, സി കെ എ റേസ് ടു കെനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, സി കെ എക്സ് റേസ് ടു കെ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലോട്ട് മാപ്പ് ചെയ്യുന്നു. അതാണ് നമ്മൾക്ക് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബീറ്റ എന്താണ്, നമ്മൾ അത് തന്നെയാണ് എടുക്കുന്നത്. എന്ത്, എഫ് ഡാഷ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സിൽ നിന്ന് എഫ് ഡാഷ് ഓഫ് ബിയിലോട്ടുള്ള ആ നാച്ചുറൽ ഐസോമോർഫിസം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ്, അവിടെ സി കെ എക്സ് റേസ് ടു കെ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് പി ഓഫ് എക്സിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, സി കെ ബി റേസ് ടു കെയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബീറ്റ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് വിച്ച് എഗ്രീസ് വിത്ത് ദ ഫീൽഡ് ഐസോമോർഫിസം ഫൈ ഓൺ എഫ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ ഫൈ ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ ബാർ എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ കോമ്പോസിഷൻ ഫൈ ഡാഷ് കോമ്പോസിഷൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്, എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് ബിയിലോട്ടുള്ളത്. ഓക്കെ, നൗ കൺസിഡർ ഫൈ ബാർ ഓഫ് C, where C belongs to field F, and this is equal to beta of phi dash of alpha of C. Okay, and this is equal to, നമ്മൾക്കറിയാം എഫ് ഓഫ് എയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലാണ് ഉണ്ടായിരിക്കുക, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക അല്ലേ. അപ്പോൾ ഫീൽഡിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഫീൽഡിലുള്ള എലമെൻറ്റ്സിൽ നമ്മൾക്ക് എന്താണ്, എയുടെ പവർ പോസിറ്റീവ് പവേഴ്സ് വരുന്ന ഒരു ടേംസും ഉണ്ടാകത്തില്ല അല്ലേ. സി എന്ന് പറയുന്നത് എന്താണ്, സി ഈസ് ഈക്വൽ ടു സി എ റേസ് ടു 0 അല്ലെങ്കിൽ സി ടൈംസ് 1 പ്ലസ് റിമൈനിങ് എല്ലാം എന്തായിരിക്കും, സീറോസ് ആയിരിക്കും വരിക. ആ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതിയില്ലായിരുന്നു, അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സി ബിലോങ്സ് ടു എഫ് ആണല്ലോ. അപ്പോൾ ആൽഫ ഓഫ് സി എന്ന് പറയുന്നത് എന്ത് തന്നെ വരും, ആൽഫ ഓഫ് സി എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ഫൈ ഡാഷ് ഓഫ്
ആൽഫ ഓഫ് സി നമ്മൾക്ക് സി കെ എ റേസ് ടു കെനെ എങ്ങോട്ടായിരുന്നു മാപ്പ് ചെയ്യുന്നത്? സി കെ എക്സ് റേസ് ടു കെ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണുള്ളത്? സി മാത്രമാണുള്ളത്. സി ടൈംസ് എ റേസ് ടു 0. അപ്പോൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും? സി ടൈംസ് എക്സ് റേസ് ടു 0 അല്ലേ? എക്സ് റേസ് ടു 0 എന്താണ്? 1 ആണ്. അപ്പോൾ സി പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലോട്ട് മാപ്പ് ചെയ്യും. ആൻഡ് 5' എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? 5' എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? 5' നമ്മൾക്ക് 5' ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ 5 ഓഫ് പി ഓഫ് എക്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എന്താണ്? കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണുള്ളത്. അപ്പോൾ 5 ഓഫ് സി പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണല്ലോ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു നോക്കിക്കേ, ബീറ്റ എന്താണ്? സി കെ എക്സ് റേസ് ടു കെ പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ 5 ഓഫ് പി ഓഫ് എക്സിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? സി കെ ബി റേസ് ടു കെയിലോട്ട് മാപ്പ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, എക്സ് റേസ് ടു 0 ആണ് വരുന്നത് അല്ലേ? 5 ഓഫ് സി ടൈംസ് എക്സ് റേസ് ടു 0 പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ 5 ഓഫ് പി ഓഫ് എക്സ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 5 ഓഫ് സി ടൈംസ് എന്താണ്? എക്സ് റേസ് ടു കെ ആകുമ്പം ബി റേസ് ടു കെ. അപ്പോൾ എക്സ് റേസ് ടു 0 ആയതുകൊണ്ട് ബി റേസ് ടു 0. അപ്പോൾ എന്താണ്? 1. അപ്പോൾ 5 ബാർ ഓഫ് സി ഈക്വൽ ടു എന്ത് കിട്ടി? 5 ഓഫ് സി തന്നെ കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്താണ്? 5 ബാർ റെസ്ട്രിക്റ്റഡ് ടു ദ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ദ ഫങ്ഷൻ ദ ഫീൽഡ് ഐസോമോർഫിസം 5 തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഈ 5 ബാർ എ ബിയിലോട്ട് മാപ്പ് ചെയ്യുമെന്ന്. സോ കൺസിഡർ 5 ബാർ ഓഫ് എ. ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ ഓഫ് 5' ഓഫ് ആൽഫ ഓഫ് എ. Okay, this is equal to beta of 5' of നോക്കിക്കേ, ആൽഫ സി റേസ് ടു എക്സ് റേസ് എ റേസ് ടു കെനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? സി കെ എക്സ് റേസ് ടു കെ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലോട്ട് മാപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൽഫേനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലോട്ട് മാപ്പ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ഇവിടെ എഫ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് 5 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ 5 ഓഫ് പി ഓഫ് എക്സ് ആയിരുന്നു വരിക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ഏതാണ്? എക്സ്. അപ്പോൾ 5 ഓഫ് എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് നമ്മൾക്ക് അറിയാം, നമ്മൾ 5യുടെ പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇതെന്താണ്? 5 ഓഫ് എക്സ് എന്താണ്? എക്സ് തന്നെയാണ്. സോ എക്സ് പ്ലസ്, കാരണം എന്താണ്? 5 ഓഫ് 1 ഇൻറ്റു എക്സ് എന്നാണ് വരുന്നത് അല്ലേ? 5 ഓഫ് സി ടൈംസ് എക്സ് ആയിരുന്നെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 5 ഓഫ് സി ടൈംസ് എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ 5 ഓഫ് 1 ടൈംസ് എക്സ് ആണ്. സോ 5 ഓഫ് 1 ടൈംസ് എക്സ്. 5 റിംഗ് ഹോമോമോർഫിസം ആയതുകൊണ്ട് 5 ഓഫ് 1 1 തന്നെയാണ്. സോ 1 ടൈംസ് എക്സ് ഈക്വൽ ടു എക്സ് വന്നു. സോ എക്സ് പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഇനി ബീറ്റയുടെ ഡെഫിനിഷൻ പ്രകാരം ഇത് എന്താണ്? ബി അല്ലേ? എക്സ് റേസ് സി കെ എക്സ് റേസ് ടു കെ ആയിരുന്നെങ്കിൽ നോക്കുക, ബീറ്റയുടെ ഡെഫിനിഷൻ നോക്കുക. സി കെ എക്സ് റേസ് ടു കെ പ്ലസ് ദിസ് ഐഡിയലിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? സി കെ ബി റേസ് ടു കെയിലോട്ട്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? എക്സ് പ്ലസ് ഇവിടെ 5 ഓഫ് പി ഓഫ് എക്സ് ഞാൻ മറന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതെങ്ങോട്ട് മാപ്പ് ചെയ്യും? ബി അല്ലേ? കാരണം എന്താണ്? ഇവിടെ ഡിഗ്രി 1 ആണ് വരുന്നത്, കോഎഫിഷ്യൻറ്റ് 1 ആണ് വരുന്നത്. സോ ബി റേസ് ടു, അതായത് 1 ടൈംസ് ബി റേസ് ടു 1, അതായത് ബി. അപ്പോൾ എന്ത് കിട്ടി? 5 ബാർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി കിട്ടി. ഇതേ ഉള്ളായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. സോ നമ്മളുടെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയേ. നെക്സ്റ്റ് റിസൾട്ട്, തിയറം 20.4. Let phi be an isomorphism from a field f to a field f dash, and let f of x belongs to f of x.
if E is a splitting field for f of x over f and E dash is a splitting field for phi of f of x over f dash, then there is an isomorphism from E to E dash that agrees with phi on f. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്ന റിസൾട്ടിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്തിരുന്ന റിസൾട്ടിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സ് എടുത്തു, അതിൻ്റെ ഒരു 0 എടുത്തു. അതുപോലെ ഇതിൻ്റെ ഇമേജ്, അതായത് നമ്മൾ എഫും എഫ് ഡാഷും ഐസോമോർഫിക് ഫീൽഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ഐസോമോർഫിസം ഫൈ എടുത്തു. അപ്പോൾ ഫൈ ഓഫ് പി ഓഫ് എക്സ് എഫ് ഡാഷിൽ ഇറഡ്യൂസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 0b കൺസിഡർ ചെയ്തു. എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള സീറോസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എഫ് ഓഫ് എ ഐസോമോർഫിക് ടു എഫ് ഓഫ് ബി എന്നാണ് പ്രൂവ് ചെയ്തിരുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ദർ ഈസ് എൻ ഐസോമോർഫിസം ബിറ്റ്വീൻ ടു ഫീൽഡ്സ് എഫ് ആൻഡ് എഫ് ഡാഷ്. ദെൻ കൺസിഡർ എ ഫീൽഡ് എഫ് ഓഫ് എക്സ് ഓവർ എഫ്. ജസ്റ്റ് എന്താണ്, ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പോളിനോമിയൽ ഓവർ എഫ്. സോ വെൻ വി കൺസിഡർ ഇറ്റ്, let E be the splitting field for f of x. Splitting field definition ഓർക്കുക. അപ്പോൾ E be the splitting field for f of b a splitting field for f of x and consider the image of phi of f of x and let E dash be the splitting field of phi of f of x. Then we are going to prove that E and E dash are isomorphic. Clear? ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Okay, and this is true for all polynomial also, not only irreducible polynomial. So let us start the proof. We use induction on degree of f of x. If degree of f of x equal to 1, ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്താണ്? ലീനിയർ പോളിനോമിയൽ ആണ്. ആ ലീനിയർ പോളിനോമിയലിലെ റൂട്ട് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും, എഫിൽ തന്നെ ഉണ്ടായിരിക്കും, ഫീൽഡിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഫീൽഡ് ഇറ്റ് സെൽഫാണ് വരുന്നത്. അപ്പോൾ എഫും എഫ് ഡാഷും ഐസോമോർഫിക് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സ് ഓവർ എഫ് കൺസിഡർ ചെയ്തു. എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 1 ആയതുകൊണ്ട് അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ത് തന്നെയാണ്? എഫ് തന്നെയാണ് വരുന്നത്, കാരണം അതിൻ്റെ റൂട്ട് എഫിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ത് വരും? എഫ് ഡാഷ് തന്നെ വരും. അപ്പോൾ ഓൾറെഡി എഫും എഫ് ഡാഷും ഐസോമോർഫിക് ആണ്. സോ ഇവിടെ എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഐസോമോർഫിക് ആണെന്ന് കിട്ടി. അപ്പം നമ്മൾക്ക് അപ്പോൾ നമ്മൾക്ക് ആ ഫൈ ഇറ്റ് സെൽഫ് ആയിരിക്കും ആ ഒരു ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൂഫ് പോകുന്നത്. ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആവുന്നവരെ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 നമ്മൾക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. സോ അസ്യൂം ദാറ്റ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ലെസ്സർ ആയിട്ട് വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെയും സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഇതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഐസോമോർഫിക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി എന്താണ്? എഫ് ഓഫ് എക്സിന് നമ്മളിത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇഫ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെറ്റ് പി ഓഫ് എക്സ് ബി എൻ ഇറഡ്യൂസിബിൾ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾക്ക് എന്താണ്? ഏതൊരു പോളിനോമിയലിനെയും ഫീൽഡ് ആയതുകൊണ്ട്, യു എഫ് ഡി ആയതുകൊണ്ട്, യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയതുകൊണ്ട് എന്താണ്? നമ്മൾക്ക് പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ പോസിബിൾ ആണ്. So there is an irreducible factor for f of x. Degree of f of x greater than 1 ആയതുകൊണ്ട് എന്തായാലും ഒരു irreducible factor എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു irreducible factor p of x ചൂസ് ചെയ്തു. അപ്പോൾ ആ p of x ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ let a be a 0 of p of x in E. Let a be a 0 of p of x in E. And let b be a 0 of phi of p of x in E dash. Okay, then there is an isomorphism alpha from f of a to f dash of b. നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തിരിക്കുന്നത് പ്രകാരം നമ്മൾക്ക് എന്താണ്? there is an isomorphism from alpha from
there is an isomorphism alpha from f of a to f dash of b exists ചെയ്യും and that agrees with phi on f and carries a to b ആണ്. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിരിക്കുന്നത് പ്രകാരം നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നോക്കുക, ഈ പി ഓഫ് എക്സിൻ്റെ 0 ആണ് എ അല്ലേ. പി ഓഫ് എക്സിന് എഫ് ഓഫ് എയിൽ 0 ഉണ്ട്, അതാണ് എ അല്ലേ. അപ്പോൾ പി ഓഫ് എക്സ്, അതായത് പി ഓഫ് എ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് ഓഫ് എയും 0 ആയിരിക്കുമല്ലോ അല്ലേ. ഇനി ഈ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഓവർ ദ ഫീൽഡ് എഫ് ആണ്. അപ്പോൾ എഫ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓവർ എഫ് ഓഫ് എയുമാണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓവർ ദ ഫീൽഡ് എഫ് ഓഫ് എ ആണ്. ആൻഡ് ദ എലമെൻറ്റ് എ ഇൻ എഫ് ഓഫ് എ ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഫാക്ടർ തിയറം പ്രകാരം നമ്മൾക്ക് എന്ത് പറയാം, എക്സ് മൈനസ് എ ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. സോ അതുകൊണ്ട് ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ ജി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എ ഓഫ് എക്സ്. അതായത് ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ ജി ഓഫ് എക്സ് ഓവർ f of a such that f of x is equal to x minus a into g of x. Clear? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Now write f of x is equal to x minus a into g of x where g of x belongs to f of a of x. And then E is a splitting field for g of x over f of a ആയിരിക്കും. ഇതെങ്ങനെയാണ്, നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണെന്ന് കരുതുക. എല്ലാം ഒന്നും ഈ പ്രൂഫിൽ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്ത് മനസ്സിലാക്കി വെച്ചിരിക്കണം, അതൊന്നും ഇവിടെ യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾക്ക് ജനറൽ ഫോം ഉണ്ടല്ലോ, അതിൽ എ ഇൻറ്റു എന്നായിരുന്നു വരാറ്. അപ്പോൾ ഞാനതിനെ ബി ഇൻറ്റു എന്ന് എഴുതുന്നു. ബി ഇൻറ്റു എക്സ് മൈനസ് എ വൺ ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് എ എൻ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഏതാണ് വരുന്നത്, എഫ് ഓഫ് എ വൺ എഫ് ഓഫ് എ ടു എക്സെട്ര എഫ് ഓഫ് എ എൻ ആണ് വരുന്നത് അല്ലേ. അതിൽ തന്നെ ഞാൻ ഈ എനെ എ വൺ ആയിട്ടാണ് എടുക്കുന്നത്. എ ഈക്വൽ ടു എ വൺ ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ വൺ ഈക്വൽ ടു എ ആണല്ലോ. അപ്പോൾ എക്സ് മൈനസ് എ വൺ ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും നമ്മൾക്ക്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് എ എൻ ആണ് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എഫ് ഓഫ് എ വൺ എ ടു എക്സെട്ര എ എൻ ആണ് എഫ് ഓഫ് എക്സ് ഈ ഫോമിലാണെങ്കിൽ. അപ്പോൾ ജി ഓഫ് എക്സ് ഈ ഒരു ഫോമിലായതുകൊണ്ട് ജി ഓഫ് എക്സ് ഓവർ ദ ഫീൽഡ് എഫ് ഓഫ് എ ആണ് വരുന്നത്, എഫ് ഓഫ് എ വൺ ആണ് വരുന്നത്. എ ഈക്വൽ ടു എ വൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താ വരിക, എഫ് ഓഫ് എ വൺ ഓഫ് എ ടു എ ത്രീ എക്സെട്ര എ എൻ എന്ന് വരും. അതായത് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ വൺ എ ടു എ ത്രീ എക്സെട്ര എ എൻ വരും. അപ്പോൾ ഇതെന്താണ്, ഇതാണ് നമ്മൾക്ക് ഇ ആയിട്ട് വരുന്നത്. ഇ അല്ലായിരുന്നു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇ ആണ്. സോ നമ്മൾക്ക് ഇ എന്താണെന്ന് കിട്ടി, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദ പോളിനോമിയൽ ജി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എ ആണ്. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദെൻ ഇ ഈസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ ജി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എ ആൻഡ് ഇ ഡാഷ് വിൽ ബി ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ ആൽഫ ഓഫ് ജി ഓഫ് എക്സ് ഓവർ എഫ് ഡാഷ് ഓഫ് ബി. ഓക്കെ, ആൻഡ് സിൻസ് degree of g of x less than degree of f of x there is an isomorphism. ഞാൻ അസ്യൂം ചെയ്തിട്ടില്ലായിരുന്നോ എന്താണ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ലെസ്സർ ആയിട്ട് വരുന്ന ഡിഗ്രി വരുന്ന ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നും. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്താണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി എഫ് ഓഫ് എക്സ് ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം, ഈ ജി ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ എടുക്കുക. ആ ജി ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡും എന്താണ്, ആൽഫ ഓഫ് ജി ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡും ഐസോമോർഫിക് ആണ്. സോ അത് ആ ഒരു റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്ത് കിട്ടും, ജി ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഏതായിരുന്നു, ഇ. ആൽഫ ഓഫ് ജി ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഏതായിരുന്നു, ഇ ഡാഷ് അല്ലേ. അപ്പോൾ ഇയും ഇ ഡാഷും ഐസോമോർഫിക് ആണെന്ന് കിട്ടി. അതായത് ഇയും ഇ ഡാഷും എന്തായിരുന്നു, എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആയിരുന്നു.
സോ എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഇയും ആൽഫ ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ഡാഷും ഐസോമോർഫിക് ആണെന്ന് കിട്ടി. സോ ഇത് എത്രയുള്ള നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് കിട്ടും എന്താണ് ഈ ഒരു ഐസോമോർഫിസം വെച്ചിട്ട് ഇ ആൻഡ് ഇ ഡാഷ് ആർ ഐസോമോർഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഐസോമോർഫിസം വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം, വിച്ച് അഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫുമായിരിക്കും. കാരണം എന്താണ്, ഈ ഒരു ഐസോമോർഫിസം ഏതാണ്, നമ്മൾക്ക് ദർ ഈസ് എൻ ഐസോമോർഫിസം ഫ്രം ഇ ടു ഇ ഡാഷ് ദാറ്റ് അഗ്രീസ് വിത്ത് ആൽഫ ഓൺ എഫ് ഓഫ് എ അല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു ഐസോമോർഫിസം അഗ്രീസ് വിത്ത് ആൽഫ ഓൺ എഫ് ഓഫ് എയും ആൽഫ ഈസ് എൻ ഐസോമോർഫിസം ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഡാഷ് ഓഫ് ബി വിച്ച് അഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് എന്നും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് എന്ത് പറയാം, ദ ഐസോമോർഫിസം ഫ്രം ഇ ടു ഇ ഡാഷ് അഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പം നെക്സ്റ്റ് കൊറോളറിയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം ഒന്നുകൂടെ ഞാൻ ലിസ്റ്റ് ചെയ്യുകയാണേ. ഇപ്പോൾ 2 ഫീൽഡ്സ് എടുത്തു, ഐസോമോർഫിക് ഫീൽഡ്സ് ആണ്. ആൻഡ് ഒരു ഐസോമോർഫിസം ഫൈ ആണ് എടുത്തത്. ആൻഡ് കൺസിഡർ എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓവർ എഫ്. ഈ എഫ് ഓഫ് എക്സിന് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ കൺസിഡർ ചെയ്തു. ആൻഡ് കൺസിഡർ ദ പോളിനോമിയൽ ഫൈ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ്. ആൻഡ് ലെറ്റ് ഇ ഡാഷ് ബി ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്. ദെൻ ഇയും ഇ ഡാഷും ഐസോമോർഫിക് ആയിരിക്കുമെന്നാണ് തൊട്ട് മുന്നത്തെ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ കൊറോളറി നോക്കാം. സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആർ യുണീക്ക്. ഗ്രൂപ്പ് തിയറി ആണെന്ന് ആലോചിക്കണം. ഗ്രൂപ്പ് തിയറി, റിംഗ് തിയറി ആണെന്ന് ആലോചിക്കണം. അപ്പോൾ യുണീക്ക് എന്നതുകൊണ്ട് അപ് ടു ഐസോമോർഫിസം യുണീക്ക് എന്ന മീനിങ് ആണ് വരുന്നത്. സോ ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ദെൻ എനി 2 സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ എഫ് ആർ ഐസോമോർഫിക്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരേ പോളിനോമിയലിൻ്റെ ഏത് 2 സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ഡാഷ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇത് രണ്ടും ഐസോമോർഫിക് ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെ അത് വെച്ചിട്ടാണ്, ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഫീൽഡ് എഫ് എടുത്തു കഴിഞ്ഞാൽ ഫീൽഡ് എഫിൽ നിന്ന് എഫിലോട്ടുള്ള ഐഡൻറ്റിറ്റി മാപ്പ് എടുക്കാം, വിച്ച് ഇസ് ഐസോമോർഫിസം അല്ലേ. ഐസോമോർഫിസം ആണല്ലോ. അപ്പോൾ ആ ഐഡൻറ്റിറ്റി മാപ്പിനെ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പോളിനോമിയൽ ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. കാരണം എന്താണ്, ഐഡൻറ്റിറ്റി മാപ്പ് ആയതുകൊണ്ട്. നൗ കൺസിഡർ എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ എഫ്. ആൻഡ് കൺസിഡർ അനദർ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ എഫ്. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്ത് കിട്ടും, ഇയും ഇ ഡാഷും ഐസോമോർഫിക് ആണെന്ന് കിട്ടും. കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം, പ്രൂവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് നോക്കാം. സപ്പോസ് ഇ ആൻഡ് ഇ ഡാഷ് ആർ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ എഫ്. ദെൻ കൺസിഡർ ദ ഐഡൻറ്റിറ്റി മാപ്പ് ഫൈ ഫ്രം എഫ് ടു എഫ്. ദെൻ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. There is an isomorphism. Then there is an isomorphism from E to E dash that agrees with the identity map. അല്ലേ, നേരത്തെ റിസൾട്ടിൽ that agrees with the isomorphism phi on F എന്നാണ്. ഇവിടെ നമ്മൾ എടുത്തത് എന്തായിരുന്നു, ഐഡൻറ്റിറ്റി മാപ്പ് ആയിരുന്നു. സോ that agrees with the identity map on F, that is E and E dash are isomorphic, which means E and E dash are isomorphic. ഇത്രയേ ഉള്ളൂ കാര്യം. കഴിഞ്ഞില്ലേ? സോ നമ്മളതവിടെ കംപ്ലീറ്റ് ആയി. ഇനി ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് എ ഓവർ ക്യൂ. അതായത് ഈ ഒരു പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് എ ബി എ പോസിറ്റീവ് റാഷണൽ നമ്പർ ആൻഡ് ലെറ്റ് ഡബ്ല്യു ബി എ പ്രിമിറ്റീവ് nth root of unity. Then the zeros of x raised to n minus a are. What are the zeros of x raised to n minus a? X raised to n minus a equal to 0, which means x is equal to a raised to ഇത് നമ്മൾക്ക് എന്ത് വരും, a raised to 1/n and nth root of unity കൂടെ വരുന്നുണ്ട് അല്ലേ. nth root of unity നമ്മൾ എങ്ങനെയാണ്, w എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ x is equal to a raised to 1/n
ഡബ്ല്യു. ഇത് മാത്രമായിരിക്കും സീറോസ് ആയിട്ടുണ്ടായിരിക്കുക. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എന്തായിരിക്കും? സീറോസ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് എ ആയിരിക്കും. കാരണം എന്താണ്? നമ്മളിപ്പോൾ എക്സ് റേസ് ടു എൻ, ഇപ്പോൾ ഡബ്ല്യു റേസ് ടു ഐ എടുത്തു എന്ന് കരുതുക. ഇപ്പോൾ എക്സ് റേസ് ടു എൻ എടുക്കുമ്പോൾ എ റേസ് ടു 1/n ഡബ്ല്യു റേസ് ടു ഐ ഓൾ റേസ് ടു എൻ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 1/n all raised to n w raised to I all raised to n. This is equal to a raised to 1/n all raised to n എന്താണ്? a തന്നെ. ഇനി ഐയും എന്നും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ w raised to n all raised to I വരും. w raised to n 1 ആണ്, 1 raised to I 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? a കിട്ടി. കണ്ടില്ല? x raised to n equal to a കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്? nth roots of ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ സീറോസ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് എ ആണ്. ആൻഡ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 1ൻ്റെ nth റൂട്ട്. നമ്മളതിനെ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് എന്താണ് വരുന്നത്? ക്യൂ ഓഫ് nth റൂട്ട് ഓഫ് എ ആൻഡ് ഡബ്ല്യു. ഓക്കെ, ഇപ്പോൾ ഇതാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്. കാരണം എന്താണ്? ഇതിലുള്ള എല്ലാ എലമെൻസിനെയും ഈ 2 എലമെൻറ്റ്സ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും ആണല്ലോ. സോ നമ്മൾക്ക് ക്യൂ ഓഫ് nth റൂട്ട് ഓഫ് എ ഡബ്ല്യു ആണ് എന്തായിട്ട് വരുന്നത്? സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് വരുന്നത്.